ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇന്ന് കുക്കു സാറിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ രാവിലെ കണ്ണു തുറന്ന് അടുത്ത് കിടന്ന ആളെ വിഷ് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ എങ്ങും കാണുന്നില്ല. എണീറ്റ് വന്നാലുടൻ ഇപ്പോൾ വന്നിരുന്ന് TV കാണും. അതും സ്പൈഡർമാൻ സീരീസിലെ ഓരോ മൂവി വീതം കണ്ടുകൊണ്ടിരിക്കുക. നിലു ഉണർന്നു വന്ന് കാർട്ടൂണും പാട്ടും ഒക്കെ ചോദിക്കുന്നതിന് മുന്നേ അവന് സ്വസ്ഥമായിട്ടിരുന്ന് സിനിമ കാണാനായിട്ടാണ് ഈ പരിപാടി. വെക്കേഷൻ ആയാലും സാധാരണ നമ്മളൊക്കെ കുറച്ചധികം നേരം ഉറങ്ങാമെന്നല്ലേ വിചാരിക്കുക. അവൻ അത് നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. ആദ്യം എണീറ്റാൽ കുറേ നേരം TV കാണാം, വെയിലാവുന്നതിന് മുമ്പ് കുറേ നേരം സൈക്കിളും ചവിട്ടാം. എണീറ്റപ്പോൾ ലേറ്റ് ആയെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ വിൻഡോയിൽ നിന്ന് അടിക്കുന്ന വെയിലിൻ്റെ ഷെയ്ഡ് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. 10:30 ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക്. വെക്കേഷനും കൂടെ അല്ലേ. ഇന്നലെ വെച്ച ചിക്കൻ കറിയും കുറച്ച് സ്റ്റൂവും ബാക്കി ഇരിപ്പുണ്ട്. ഇത് രണ്ടും കൂടെ ചൂടാക്കി എടുക്കണം. ഏതെങ്കിലും ഒന്നെടുത്താൽ തികയത്തില്ല, രണ്ടും വേണ്ടി വരും. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് ബ്രെഡും ഇരിപ്പുണ്ട്. അപ്പോൾ ബ്രെഡും സ്റ്റൂവും ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് രാവിലെ അങ്ങ് കഴിക്കാം. ഉച്ചയ്ക്കത്തേക്ക് സ്പെഷ്യലാണ്. കുക്കൂന് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഞാൻ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് വഴിയേ കാണാം. ബൈ ദ ബൈ, കുക്കു സാറിന് 9 വയസ്സായി. യൂട്യൂബിൽ ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുക്കു ജനിച്ച സമയത്തുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെയും കോലം. അത് കഴിഞ്ഞ ദിവസം ഡെല്ല എനിക്ക് അയച്ചു തന്നതാണ്. ഡാനി പപ്പയ്ക്കും ഡെല്ലയ്ക്കും കൂടെ ഒരു ഷെയർഡ് ആയിട്ടുള്ള ആൽബം ഉണ്ട് അത്ര. അതിൻ്റെ അകത്തുനിന്ന് തപ്പിയപ്പോൾ കിട്ടിയതാണ്. കറക്റ്റ് സമയത്തായിരുന്നു ഫോട്ടോ എൻ്റെ അടുത്ത് എത്തിയത്. കുക്കുവിൻ്റെ കുഞ്ഞിലത്തെ ഫോട്ടോ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ അതെല്ലാം ലാപ്ടോപ്പിലായിരുന്നു കിടന്നുവെച്ചത്. അത് ഫാമിലി ഗ്രൂപ്പിലിട്ടപ്പോൾ എല്ലാവരും പറയുന്നത് കുക്കുവിനേക്കാളും ചെറിയ 2 കുട്ടികളെ പോലെ ഞങ്ങളെ തോന്നിയെന്നാണ്. ശരിയാണ്, ഞങ്ങൾ രണ്ടുപേരും ചെറിയ കുട്ടികളായിരുന്നു കുക്കു ജനിക്കുമ്പോൾ. എനിക്കും ആ ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. നിലു എണീറ്റിട്ടില്ല, തലയും കുത്തി കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കടൽ ഓഫ് ദി ഡേ കാണാം. പത്തരയായിട്ട് എന്താ വെയിലില്ലാത്തതെന്നല്ലേ? ആക്ച്വലി വെയിലില്ല, എന്നാൽ മഴയും ഇല്ല, മഴക്കോളും എങ്ങും കാണുന്നില്ല. പക്ഷേ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. കുരിശടിയിലെ പെയിൻറ്റിങ് പരിപാടികളെല്ലാം പൂർത്തിയായി. ഇന്ന് 2-3 ഫ്രെയിമിലായിട്ട് ഞാൻ കുരിശടി മുഴുവനായിട്ട് കാണിച്ചിട്ടുണ്ട്. കാറ്റും കൊണ്ട് കുറേ അധികം സീനിയർ സിറ്റിസൺസ് ഇതേ കുരിശടിയുടെ സൈഡിലിരിപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സൈക്കിൾ ചവിട്ടാൻ പോയാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒരാളിപ്പോൾ താഴെ വെയിറ്റ് ചെയ്യുന്നത്. പകൽ ഈ ബോട്ടിങ്ങിനൊക്കെ പോകുന്നത് കാണുന്നതിലും ഭംഗി രാത്രി കാണാനാണ്. ആകാശത്തും കടലിലും നക്ഷത്രങ്ങൾ കിടക്കുന്ന മാതിരി തോന്നും. ഇന്ന് രാത്രിത്തേത് ഈ വീഡിയോ തീരാനായിട്ട് രാത്രിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. പകൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരത്താണ് ബർത്ത്ഡേ ഫംഗ്ഷനും ചെറിയ ബർത്ത്ഡേ പാർട്ടി എന്നൊക്കെ പറയാം സെറ്റ് ചെയ്തേക്കുന്നത്. ഡാഡയുടെ പെങ്ങൾ, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ടെക്സ്ചറിൻ്റെ അമ്മ ജയ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. പിന്നെ എറണാകുളത്തുള്ള പൊടിച്ചി ആൻറ്റിയും വന്നിട്ടുണ്ട്. രണ്ടുപേരും ഡാഡയുടെ സിസ്റ്റേഴ്സാണ്. അവർ ഇന്നലെ എത്തി. അവിടെ പുലിച്ചിറ സ്റ്റേ ചെയ്യുവാണ്. അവരെല്ലാവരും കൂടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. ചേച്ചി ഓഫീസിൽ പോയിട്ടുണ്ട്, ചേച്ചിയും വൈകുന്നേരം എത്തും. ഓണത്തിന് മുൻപ് അവിടെ കുറച്ച് തിരക്കുകളുണ്ട്. നിലു എണീറ്റ് വന്നു. ഞാൻ അവനെ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്തു. ഇന്നിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ചോദിക്കുന്നത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചോക്ലേറ്റ് സിറപ്പ് തേച്ച് മതി ബ്രെഡെന്നായി കുക്കു. അത് കണ്ടപാടെ പിന്നെ നിലു അതായി. അല്ലെങ്കിൽ നിലു കറി കൂട്ടി കഴിക്കും കേട്ടോ, ഗ്രേവിയൊക്കെ കൂട്ടി കഴിക്കും. നിലുവിൻ്റെ ഫുഡിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നില്ലേടാ. അവന് സ്പെഷ്യലായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. ഈ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്ന അമൃതം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കും എന്നല്ലാതെ വേറെ ഒന്നും അവന് മാത്രമായിട്ട് പ്രത്യേകം ഇവിടെ ഉണ്ടാക്കാറില്ല. വില്യംസിയുടെ അടുത്തുനിന്നോ മാമി അടുത്തുനിന്നോ ഒക്കെ രാവിലെ അപ്പോ ദോശയോ ഒക്കെ ചിലപ്പോൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഈ കോൺഫ്ലെക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവൻ കഴിക്കത്തില്ല. പിന്നെ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും ഡിഷ് വാഷും ഒക്കെ കഴിഞ്ഞിട്ട് ലഞ്ചിൻ്റെ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. കുറച്ച് നട്ട്സ്, അതിൽ കാഷ്യൂ ഉണ്ട്, ബദാമും ഉണ്ട്. ബദാം ഇസ് ഓപ്ഷണൽ, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ പനീർ ബട്ടർ മസാലയും ഫ്രൈഡ് റൈസുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചൈനീസ് ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാല ഗ്രേവി ആയിട്ടും ഉണ്ടാക്കാമെന്ന് കരുതി. കുക്കു ലവ്സ് ടു ഈറ്റ് പനീർ, നല്ലപോലെ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവന് ഇഷ്ടമുള്ളതാകാമെന്ന് കരുതി. പിന്നെ കുറേ നാൾ അടുപ്പിച്ച് ഇവിടെ ഇപ്പോൾ ചിക്കനും BBQവും ഒക്കെ തന്നെയാണ് കേട്ടോ. 2-3 വീഡിയോ എനിക്കിനിയും പോസ്റ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മുടെ ഫാമിലിയിലുള്ള ചെറിയ ചെറിയ ഒത്തുകൂടലും പരിപാടികളുടെയൊക്കെയാണ്. അപ്പോഴൊക്കെ ഞങ്ങൾ ചിക്കനും BBQവും ഒക്കെ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. ഇന്ന് വൈകുന്നേരത്തേക്കും ചിക്കൻ കറി തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് പനീറാവാമെന്ന് കരുതി. കുക്കുവിന് ചിക്കനും മീനും ഇഷ്ടമാണ്, പക്ഷെ അതുപോലെ ബീഫും മട്ടനും ഒന്നും അവൻ കഴിക്കത്തില്ല. ഈ ചവയ്ക്കാൻ പാടാന്നൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പോൾ അവന് ഇഷ്ടമുള്ളതാകാം ഇന്നത്തെ ലഞ്ചിന്. പനീർ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ലേശം ഉപ്പ് പുറത്തൂടെ തൂവി കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് കൈ കൊണ്ട് നമുക്ക് അധികം ഇത് പുരട്ടാൻ പറ്റത്തില്ല. അങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ പനീർ ബ്രേക്കായി പോകും.
അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ടും തടവിയൊക്കെ വെക്കാമെന്ന് പറയത്തില്ലേ, അങ്ങനെ പറ്റത്തുള്ളൂ. മീനൊക്കെ അരപ്പ് പുരട്ടുന്ന മാതിരി നമുക്ക് അങ്ങനെ അങ്ങോട്ട് എടുത്ത് പെരുമാറാൻ പറ്റത്തില്ല. മോളി എൻ്റെ കഴിഞ്ഞ തവണ വന്നപ്പോൾ കൊണ്ടുവന്ന കസൂരി മേത്തി കുറച്ചുകൂടെ ഇരിപ്പുണ്ട്. കുറച്ചുകൂടെ അല്ല, കുറച്ചധികം ഇരിപ്പുണ്ട്. നമ്മുടെ എല്ലാ കറികളിലും അത് ചേർക്കാറില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഇന്നിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണം. അത് ചേർത്താലും ബാക്കി വരും, മുഴുവൻ അങ്ങനെ തീരത്തൊന്നുമില്ല. ഇങ്ങനെ ബട്ടർ ചിക്കനോ പനീർ ബട്ടർ മസാലയോ രാജ്മയോ അങ്ങനെ എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുമ്പം മാത്രമേ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കറികളിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ചേരാത്തത് എന്തോ ചേർത്ത് വെച്ച പോലെ തോന്നും. ഞാൻ 2-3 തവണ ട്രൈ ചെയ്തിട്ട് അട്ടപ്പട്ടെല്ലാം പ്ലാച്ചിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനത്തെ കടുംകൈകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് കറിക്കായിട്ട് ഇനി വേണ്ടത് ഒരു 2-3 പച്ചമുളക്. ഞാൻ ഒരു ഇത്തിരി കളറിന് വേണ്ടിയിട്ട് 3 കളറിൽ ഓരോ പച്ചമുളക് വീതം സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള, 2 തക്കാളി. ആ ചെറിയ ബോക്സിലിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിൻ്റെ ലേബൽ അപ്പുറത്തെ സൈഡിലിരിക്കുന്നു, ലേബൽ ചെയ്ത് വെച്ചേക്കാണ്. നട്ട്സ് ഞാൻ ചൂടുവെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിലാട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇട്ട് വെച്ചാലുണ്ടല്ലോ നമ്മളത് ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഒരു പേസ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ തരിതരി പോലെ മിക്സിയിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കും. ചിലപ്പോൾ ഓട്സിൻ്റെ കൺസിസ്റ്റൻസിയിലൊക്കെ ഇരിക്കും സാധനം. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നല്ല രീതിക്ക് നമുക്കത് അരച്ചെടുക്കാം. ഫ്രഷ് ക്രീമിന് പകരമാണ് ഞാൻ അങ്ങനെ അത് യൂസ് ചെയ്യുന്നത്. സവാള ഒന്നെങ്കിലും നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അതായത് മിക്സിയിൽ അരച്ചെടുക്കണം. അങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ അത് വഴന്ന് വരാൻ ഒത്തിരി സമയം എടുക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റതേ ലേറ്റായി, പെട്ടെന്നാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ചോപ്പറിലിട്ട് സവാള കുനുകുനാ അരിഞ്ഞെടുക്കുവാണ്. കുനുകുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൾട്ടിമേറ്റ് കുനുകുന. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും. ഈ ചോപ്പറിൽ നമ്മൾ കുറച്ചധികം നേരം അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ സാധനം നല്ല രീതിക്ക് തേങ്ങാപ്പീര പരുവത്തിൽ വേണമെങ്കിലും ഇതിങ്ങായി വരും കേട്ടോ. അപ്പോൾ നമ്മളിതിനി എണ്ണയിലേക്ക് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് വഴന്ന് വരാനായിട്ടൊരു ട്രിക്കുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ 3 സവാളയും ഇതുപോലെ. പിന്നെ ഈ ചോപ്പർ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ കൈ സൂക്ഷിച്ചോട്ടോ, ആ ബ്ലേഡിന് നല്ല മൂർച്ചയാണ്. കഴുകുമ്പോഴായാലും നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴൊക്കെ ആയാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈ മുറിയും. എൻ്റെ തന്നെ വിരൽ 2-3 പ്രാവശ്യം മുറിഞ്ഞിട്ടുണ്ട്, കഴുകുമ്പോഴും അല്ലാണ്ട് ഇതിങ്ങനെ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോഴും. അമ്മയുടെ കൈയും മുറിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് സവാള മൊത്തം നമുക്ക് അരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി തക്കാളി നമ്മൾ അരിഞ്ഞെടുക്കുന്നില്ല, പകരം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്താണ് എടുക്കുന്നത്. കറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് റൈസ് കലത്തിലിടാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ റൈസ് ആദ്യമേ ഇടാതിരുന്നത്. അപ്പോൾ നമുക്കിനി തക്കാളി ഇതുപോലെ ചെറിയ പീസസായിട്ട് നുറുക്കി, 2 പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പഴുപ്പ് കൂടുതലുള്ളത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലിനി വെള്ളമൊന്നും ചേർക്കണ്ട, ഇതങ്ങനെ തന്നെ നമുക്ക് അരച്ച് ഒരു ഫൈൻ പേസ്റ്റാക്കി ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കാം. കറി വെക്കാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായ സ്ഥിതിക്ക് നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഈ ഒരു പാൻ ഞാൻ പനീർ ഫ്രൈ ചെയ്യാനായിട്ടാണ് എടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് പനീറിൻ്റെ കറി ഉണ്ടാക്കാം, പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. ഇത് ഇൻഡക്ഷൻ ബോട്ടമാണ്. ഇൻഡക്ഷൻ അടുപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ആ മിക്സി ഇരുന്ന സ്ഥലത്ത് ഇരിക്കുന്ന സ്ഥലത്ത് ഇൻഡക്ഷൻ അടുപ്പായിരുന്നു. പിന്നെ മമ്മിയൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അതങ്ങ് കൊണ്ടുപോയി. ഞാൻ പിന്നെ അങ്ങനെ ഒരെണ്ണം എനിക്ക് വേണമെന്ന് തോന്നിയിട്ടില്ല. ഗ്യാസിൻ്റെ 3 അടുപ്പ് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം വേഗത്തിലാണ് പോകുന്നത്. ഇനി പാല് ഗ്യാസിൽ വെച്ചിട്ട് തന്നെ തിളച്ച് പോകുന്നു. ഇൻഡക്ഷനിലാണെങ്കിൽ പാലും വെള്ളമൊക്കെ പെട്ടെന്നാവുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതെന്തായാലും പിന്നെ എനിക്കത് തുടയ്ക്കേണ്ട ഒരു ജോലി പിന്നെ എല്ലാ ദിവസവും കാണും. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് 2നും എടുത്തിട്ടുള്ളത്, കറിക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മളങ്ങനെ പൊരിച്ചെടുക്കുന്നത് അതൊന്ന് ഇൻടാക്റ്റ് ആവാനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കറിയിൽ എത്ര തവിയിട്ട് ഇളക്കിയാലും പനീർ അങ്ങനെ ഉടഞ്ഞു പോകത്തില്ല. ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു പുറത്തുള്ള കോട്ടിങ് അങ്ങ് കട്ടിയാവും. മാഷ്മെല്ലോ ഒക്കെ പൊരിച്ച് വെച്ചിരിക്കുന്നതാണെങ്കിരിക്കും ആ ഒരു രീതിയിലാവും. അവസാനം ഉണ്ടായിരുന്ന കുറച്ച് മുളക് പൊടിയൊക്കെ അവിടെ ഇവിടെയും പറ്റാത്ത പനീറിൻ്റെ ദേഹത്തൊക്കെ ഞാനിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ കൈവച്ച് അങ്ങനെ അധികം കുഴയ്ക്കാൻ പറ്റിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾ ബട്ടറിൻ്റെ അളവ് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓയിലൊന്ന് സ്പ്രെഡാക്കിയിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട്. അതിലേക്ക് പെരുംജീരകവും ചെറിയ ജീരകവും കൂടിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. മുഴുവൻ മസാലകളും നമുക്കിതിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ബേ ലീഫ് ഒരെണ്ണം നമുക്ക് പിച്ചി നുറുക്കി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് ആ മണം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നമ്മൾ അല്ലാണ്ട് എത്ര തിന്നായിട്ട് അരിഞ്ഞാലും വഴന്ന് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ അത് ചോപ്പറിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം കൂടെ നല്ല രീതിക്ക് യൂസ് ഔട്ട് ചെയ്യുന്നത് കൊണ്ട് പിന്നെയും കുറേ ടൈം എടുക്കും. ചോപ്പറിൽ നമ്മൾ അരിയുന്ന സവാള പാത്രത്തിലോട്ട് ആക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് വെള്ളം ഇങ്ങനെ യൂസ് ഔട്ട് ചെയ്ത് നിൽപ്പുണ്ടാവും. ആ വെള്ളവും പിന്നെ സവാളയ്ക്കകത്തുള്ള വെള്ളവും ഒക്കെ ഇതുപോലെ മുറുക്കി അങ്ങോട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴന്ന് ബ്രൗൺ കളറായി കിട്ടും. ഈ കറിക്ക് ബ്രൗൺ കളർ ആവണ്ട, ഒരു ഗോൾഡൻ കളർ മതി. പനീർ ബട്ടർ മസാലയുടെ കളർ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഒരു ഓറഞ്ച് ഷെയ്ഡല്ലേ, അങ്ങനെ അധികം റെഡ് ആവണ്ടല്ലോ. ആ ഒരു പരുവത്തിൽ നമുക്കിത് പെട്ടെന്ന് കിട്ടും. ഈ ഒരു വെള്ളം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ യൂസ് ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെള്ളം നമുക്ക് പിന്നീട് കറിയിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഒരു ലേശം ഉപ്പും കൂടെ തൂവി കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ അധികം ബ്രൗൺ ആവണ്ട, ചെറിയൊരു ഷെയ്ഡ് മാറിയാൽ മതി.
പനീർ നമുക്ക് ഇടയ്ക്കൊന്ന് കണക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. ആ 4 സൈഡും ഒന്ന് നല്ലപോലെ മൊരിയണ്ടേ. ഇപ്പോൾ നമുക്കുള്ള ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് അരി അങ്ങ് കലത്തിലിടാം. കൈമ റൈസ് തന്നെയാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഈ ചൈനീസ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി വെജിറ്റബിൾസ് ഇന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അരിയുടെ അളവ് കുറച്ച് മതി. 1 ഗ്ലാസ് അരി എടുത്താൽ തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും കാണും. വൈകുന്നേരം ഇൻ കേസ് ആർക്കെങ്കിലും ചോറ് വേണമെങ്കിൽ ഫ്രൈഡ് റൈസ് കൊടുക്കുകയും ചെയ്യാം. വൈകുന്നേരത്തേക്ക് പൊറോട്ടയും കറിയും ചിക്കൻ കറിയാണ് ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത്. ചിക്കൻ കറി എപ്പോഴത്തെയും പോലെ തന്നെ ക്രോണിൻ അങ്കിളിൻ്റെ അടുത്താണ് പറഞ്ഞേക്കുന്നത്, റൂത്ത് ഫുഡ്സിൽ. അതൊരു 5 മണിക്ക് കൊണ്ടുവരാനുള്ള ഒരു രീതിക്കാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ ഒരു സാലഡും കൂടെ ഞാൻ വൈകുന്നേരം ചെയ്താൽ മതി. അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ഗ്ലാസ് അരി കല്ലുപ്പായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ എന്തോ ഒരു ഫ്ലോയിൽ ഞാൻ പൊടിയുപ്പെടുത്താൻ കിട്ടു. സാധാരണ അരിക്ക് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുള്ളതല്ലേ. ഞാൻ മിക്ക വിഷ്വൽസിലും അരി കഴുകുന്നത് കാണിച്ച് എനിക്ക് ഉപ്പിടുന്നതും കൂടെ കാണിക്കണം, അല്ലെങ്കിൽ എനിക്കതിനൊരു പൂർണ്ണത കിട്ടാത്ത പോലെയാണ്. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, പിന്നെ ഗരം മസാല പേരിന്. നമ്മൾ സാധാ ഉണ്ടാക്കുന്ന ഇറച്ചിക്കറിക്കും ചിക്കൻ കറിക്കും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പരുവത്തിന് നമുക്കതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു സ്മെല്ല് ഇങ്ങനെ വന്ന് പോയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഗരം മസാല പൗഡർ, പൊടികളായിട്ട് ഇത് ഇത്രയേ ഉള്ളൂ. മഞ്ഞപ്പൊടി നമ്മൾ ഓൾറെഡി ആ പനീറിൽ ഇട്ടിട്ടുണ്ടല്ലോ. ഇന്ന് ആഡ് ചെയ്തപ്പോഴാണെങ്കിൽ അല്പം കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്നാലും കാണാം പനീറിൽ ആ മഞ്ഞ കളർ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി തീരെ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ പച്ചമുളകൊക്കെ ഇങ്ങ് സ്മാഷ് ആയി പോകും. ഈ അണിയൻ വഴറ്റുന്നതിൻ്റെ ഇടയിൽ അതെല്ലാം ഇങ്ങനെ സ്മാഷ് ആയി പോകും. ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കും. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് പച്ചമണം മാറുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് ഇളക്കി, അങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തിരി കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. നമ്മൾ ആ അണിയൻ പിഴിഞ്ഞെടുത്ത വെള്ളവും പിന്നെ തക്കാളി അരച്ച ജാറ് കഴുകി ഒരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, അതങ്ങ് നല്ല രീതിക്ക് കുറുകി വന്നു. അപ്പോൾ ഇത്തിരി വെള്ളവും കൂടെ വേണം. അത് രണ്ടും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് തിളച്ച് വന്നപ്പോഴേക്ക് അതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുത്തു. ഈ സ്പാറ്റുലയുടെ ഗുണം ഇതാണ് കേട്ടോ, എല്ലാം ഇങ്ങ് വരും. ഒരു തുള്ളി എണ്ണ പോലും അവിടെ ഇവിടെ ഇരിക്കത്തില്ല. ആ എണ്ണയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിൻ്റെ മേളിൽ ടോപ്പിങ്സ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കസൂരി മേത്തി കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ സ്വന്തം മല്ലിയില അതും കൂടെ കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതങ്ങോട്ട് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് തീ ഒന്ന് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ അതെല്ലാം കൂടെ നല്ല രീതിക്ക് അങ്ങ് ബ്ലെൻഡായി വരും. ഈ ഒരു ടൈമിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് പേസ്റ്റ് ആക്കി. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് പാലൊഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. നോർമലി കാഷ്യൂസ് കുറച്ച് ഇതാണ് അരച്ച് ചേർത്തിട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്താലും മതി. എൻ്റെ കയ്യിൽ അങ്ങനെ ക്രീമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് നമ്മുടെ മിൽമ പാൽ, സാധാ പാൽ ഒഴിച്ചിട്ട് ഇത് നല്ല രീതിക്കൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല പോലിങ് അരഞ്ഞ് വന്നോളും. ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കിട്ടും. അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാലയുടെ കളർ ഇങ്ങ് വരാൻ തുടങ്ങും. ആ ഒരു റെഡ്നെസ് ഒക്കെ മാറി ആ ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് വരും. പിന്നെ അതങ്ങോട്ട് ഇട്ട് തിളപ്പിക്കണ്ട. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിതേ അരി റെഡിയായി, ചോറ് റെഡിയായി, അത് അടച്ചിടാം. ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വരുമ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ഇന്ന് ഞാൻ ആദ്യമേ തന്നെ അതും കൂടെ അങ്ങ് അരിഞ്ഞ് മാറ്റാറുന്നത് ബീൻസ് ഇല്ലായിരുന്നു. അത് അലൻ പോയി ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ക്യാപ്സിക്കവും ക്യാരറ്റും മാത്രമായിട്ട് എനിക്കതിലിടാൻ തോന്നിയില്ല. ബീൻസ് മേടിക്കാൻ പോയിരിക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ വൈകുന്നേരത്തെ സാലഡിനും കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം പോയി മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീൻസൊക്കെ എടുത്തിട്ട് ഈ ഒരു പേർപ്പിൾ ക്യാബേജും സാലഡിന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാനൊരു കളറും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ഇതിലത് കുറച്ച് ചേർത്തു. പച്ചയും മഞ്ഞയും ചുവപ്പും ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നെല്ലാം ഞാൻ പകുതി മുറിച്ചെടുത്തു. പകുതി സാലഡിന് പിന്നീട് വൈകുന്നേരത്തേക്ക് എടുക്കാമെന്ന് കരുതി അതങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ വർണ്ണശബളമായ പച്ചക്കറികൾ ദേ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതെല്ലാം കൂടെ ബട്ടറിലും ഓയിലും ഒന്ന് നല്ല രീതിയിൽ സോട്ട് ചെയ്തിട്ട് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടുള്ളൊരു വലിയൊരു പാൻ, എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വലിയ പാത്രം ഇതാണെന്ന് തോന്നുന്നു, അത് ഗ്യാസിലേക്ക് വെച്ചു. ബട്ടർ ഇങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്തു. ബട്ടറിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന പോർഷൻ ഞാൻ അങ്ങനെ അങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ചെറിയൊരു പീസായിട്ട് തിരിച്ച് വെക്കേണ്ടതെന്ന് ഓർത്തിട്ട് അത് ഫുള്ള് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ബട്ടറും ഓയിലും ഒക്കെ കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ആവശ്യത്തിന് ഉപ്പും ലേശം പെപ്പർ പൗഡറും ഇട്ടിട്ട് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ചൈനീസ് ഡിഷസിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്ന പരിപാടി തീരെ കുറവാണ്. പക്ഷേ എനിക്ക് നമുക്ക് പൊതുവേ അങ്ങനെ ആയിരിക്കും. ഈ ബീൻസും ക്യാരറ്റും ഒക്കെ വേഗണ്ടായോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ഇത്തിരി നേരമെങ്കിലും അടച്ചു വെച്ചാലല്ലേ ഈ സാധനമൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇത്തിരി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇത്രയും പച്ചക്കറികൾ സോഫ്റ്റായി കിട്ടാനായിട്ട് ഇത്തിരി താമസമായിരിക്കും. അങ്ങനെ കുറച്ച് നേരം വെള്ളമോ എണ്ണയോ ചേർക്കണ്ടെന്നാണ് ഞാൻ പറയാൻ വന്നത്. അതങ്ങ് നശിപ്പിച്ച് കയ്യിൽ തന്നു. അപ്പോൾ അതൊന്നും ചേർക്കണ്ട, ഇങ്ങനെ അടച്ചു വെച്ചിട്ട്
പിന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് നടുക്ക് ഇത്തിരി സ്പേസ് ഉണ്ടാക്കി ഒരു 2 എഗ്ഗും കൂടെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ചിക്കി കുഴച്ച് കൂട്ടി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇത്തിരി സോയാ സോസും ഇത്തിരി ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്യാം. 2 സോസും ആഡ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ആഡ് ചെയ്യാം. തീ ഇനി നമുക്കങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി അധിക നേരം നമ്മളങ്ങനെ തീ കൊടുക്കേണ്ട കാര്യമില്ല, ഒന്ന് മിക്സായി വന്നാൽ മതിയല്ലോ. പിന്നെ അതുമല്ല, ഫ്രൈഡ് റൈസ് അരി ഇപ്പം ഊറ്റിയ അരിയല്ലേ, അത് ഇനി നമ്മളിങ്ങനെ ഒത്തിരി തീ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും ചൈനീസ് ഡിഷ് എന്ന് ഞാൻ ഇതിനെ വിളിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ആർക്കും പപ്പടവും സാലഡും ഒന്നും കൊടുക്കത്തില്ല. അപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ടോപ്പും പിന്നെ നമ്മുടെ ഇപ്പുറത്തെ കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഈ സംഭവം ഒന്നും നിലു കഴിക്കത്തില്ല കേട്ടോ. ബിരിയാണി, മന്തി ഇതൊക്കെ അവന് ഭയങ്കര പാടാണ് കഴിക്കാനായിട്ട്. അതിനെയൊക്കെ കാലും ഇഷ്ടപ്പെട്ട് കഴിക്കും, ചോറും ലില്ലിയമ്മച്ചി ഉണ്ടാക്കിയ എന്തെങ്കിലും കറിയും ഒക്കെ. അപ്പോൾ കുക്കു സാറിനെ ഞാൻ ലില്ലിയമ്മച്ചി എടുത്ത് നിലുവിനുള്ള ചോറ് മേടിക്കാനായിട്ടുള്ള ടിഫിൻ ബോക്സ് കൊടുത്തു വിട്ടിട്ടുണ്ട്. 2 പണിക്കാരും കൂടെ മുറ്റം വൃത്തിയാക്കുക. ഈ ഒരുത്തനില്ലായിരുന്നെങ്കിൽ ഈ പണി ഇവിടെ പെട്ടെന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറയത്തില്ലേ, അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ തൂക്കുന്ന ചൂലിൽ ഈർക്കിലി അമ്മ ഇങ്ങനെ പുറകെ നടന്ന് പറക്കിക്കൊണ്ടിരിക്കും. കുക്കുവിനോട് നിലുവിന് കൊടുക്കാൻ ഇത്തിരി ചോറ് മേടിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞപ്പോൾ അവൻ ലില്ലിയമ്മച്ചിയെടുത്ത് പോയി പറഞ്ഞു, ചോറ് മാത്രം മതി, കറി എവിടെ ഉണ്ടെന്ന്, ചോറ് മേടിച്ചുകൊണ്ട് വാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഞാൻ ഇപ്പുറത്ത് സേറമോളുടെ വീട്ടിൽ നിന്ന് കുറച്ച് മോര് മേടിച്ചു കേട്ടോ. പിന്നെ മുട്ടയാണെന്നും പറഞ്ഞിട്ട് പനീറിൽ 2-3 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവന്മാർക്ക് ചെരുപ്പ് മേടിക്കണമായിരുന്നു. ഡ്രസ്സ് കുക്കുവിന് ഡാഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേ എടുത്ത്. 2 പേർക്കും ചെരുപ്പില്ലായിരുന്നു. ഉണ്ട്, ഇവരങ്ങ് വീട്ടിൽ യൂസ് ചെയ്ത് നശിപ്പിക്കും. അപ്പോൾ പുതിയ 2 ചെരുപ്പൊക്കെ മേടിക്കാനായിട്ട് കടയിൽ പോയപ്പോൾ ഞങ്ങൾ പഴയിടം എന്ന് പറഞ്ഞൊരു വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് മസാല ദോശയും പനീർ മസാല ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ മുട്ടയെന്നും പറഞ്ഞ് ഇവൻ പനീർ നല്ലപോലെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇവനും അത് കഴിക്കുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് മോരും പനീറിൻ്റെ 2-3 പീസസും ഒക്കെ ആയിട്ട് നിലുവിന് ചോറ് കൊടുത്തു. എന്നിട്ട് ഞാൻ എനിക്ക് മേലനും കുക്കുവിനുള്ള ചോറ് എടുക്കാം. അമ്മയെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പള്ളിയിലൊക്കെ പോയിട്ട് വന്നതാണ്. ഇന്നൊരു പാട്ട് കുർബാന ഉണ്ടായിരുന്നു, അവിടെ ബിരിയാണിയായിരുന്നു. അമ്മ അതും കഴിച്ചിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് കഴിച്ചിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പനീറും റൈസും എന്തായാലും കഴിക്കാൻ പോണില്ല. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഇത്തിരി നേരമെങ്കിലും കിടന്നില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ പോലെയാണ്, എന്തോ അന്നത്തെ ദിവസം എനിക്ക് കുറഞ്ഞതുപോലെയാണ്. ഒരു 15 മിനിറ്റ് ആയാലും മതി, ഒരു ഷോർട്ട് നാപ്പാണെങ്കിൽ അത് മതി എനിക്ക്. പിന്നെ ഇന്ന് വൈകിട്ട് ഇവിടെ ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ നമ്മുടെ പിരിവിനായിട്ട് പോകുന്നില്ല. അതായത് പെരുന്നാളിൻ്റെ പിരിവെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുക എന്ത് പിരിവാന്ന്. അമ്മ പോകുന്നത് കേബിളിൻ്റെ മാസവരി പിരിക്കാനാണ്. അത് കൊച്ചുവപ്പ കേബിൾ ഓപ്പറേറ്റർ ആയതുകൊണ്ട് അമ്മ അങ്ങനെ പോകുന്നതാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് കുരിശടിയുടെ തിരുനാൾ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുരിശടിയിൽ കുറച്ച് മെയിൻ്റനൻസ് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനൊക്കെ കുറച്ച് സ്പോൺസേഴ്സൊക്കെ ഉണ്ട്, അവരെയൊക്കെ കാണണം. അപ്പോൾ ഇന്നെന്തായാലും വൈകുന്നേരം ഞാൻ അതിനായിട്ട് ഇറങ്ങുന്നില്ല, ബാക്കിയുള്ളവരൊക്കെ പോകുന്നുണ്ട്. ഉറക്കം എണീറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ പായും തലങ്ങണിയൊക്കെ എടുത്ത് മാറ്റി സോഫയൊക്കെ ഞാൻ സെറ്റാക്കി. അമ്മ ചായ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവന്മാരെ കിടത്തി ഉറക്കാൻ തന്നെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നിലു ഉറങ്ങുന്നില്ലായിരുന്നു. ഒരു 1/4 മണിക്കൂർ എടുത്തു അവനെ ഒന്ന് ഉറക്കി കിട്ടാനായിട്ട്. പിന്നെ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റ് കഷ്ടിച്ച് ഒന്ന് ഉറങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനങ്ങ് എണീറ്റു. ഫുഡ് നമ്മൾ 5 മണിക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കൊണ്ടുവരും. പിന്നെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എണീറ്റപ്പോഴേക്ക് അമ്മ ചായ ഇട്ടിട്ട് മുറ്റത്ത് ഇനിയിപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് നമ്മുടെ മെറ്റലിൻ്റെ പുറത്ത് കുറച്ച് പുല്ലുള്ളത് മാത്രം ക്ലീൻ ആക്കിയാൽ മതി. ബാക്കി പോർച്ചും അവിടെയൊക്കെ അമ്മ തൂത്ത് കഴിഞ്ഞിരുന്നു ഓൾറെഡി. ഒരു ചായ ഞാൻ സമാധാനത്തോടെ കുടിക്കാൻ ശ്രമിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചായ എൻ്റെ പുറത്തോ അവൻ്റെ പുറത്തോ വീഴാതിരിക്കാനുള്ള എൻ്റെ പെടാപ്പാടാണ്. അത് തട്ടി വീഴ്ത്താനായിട്ട് എല്ലാ പരിപാടിയും അവൻ അവിടെ നിന്ന് കാണിക്കും. അവൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ പാല് കൊണ്ടുവരാനായിട്ടാണ് കേട്ടോ. അമ്മ പാലും കാച്ചിട്ടുണ്ടായിരുന്നു അവന്മാർക്ക്. പക്ഷേ പാൽ ഇത്തിരി കൂടെ തണുക്കണം. നമ്മൾ ചായ കുടിക്കുന്ന ചൂടിൽ, അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കുന്ന ചൂടിൽ ആരും ചായ കുടിച്ച് ഞാൻ ഇങ്ങനെ അധികം കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ പിരിവിനൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോഴത്തേക്ക് ബബിയാൻ്റെയൊക്കെ ചോദിക്കുന്നതൊക്കെ, നീ തീ വിഴുങ്ങിയാണോ ഇങ്ങനെ കുടിക്കാൻ പറ്റുന്നതെന്നൊക്കെ. നിലവിലുള്ള പാലൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ഇവിടെ അമ്മയ്ക്ക് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ സാലഡിനുള്ള പച്ചക്കറികളാണ്. അത് മറ്റേ ആ സ്കിന്ന് പീൽ ചെയ്യുന്നത് വെച്ച് ചെയ്താലും മതി. പിന്നെ അമ്മയായിട്ട് വർത്താനം പറഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് ചുരണ്ടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഓർഡർ ചെയ്ത ചിക്കൻ കറി എത്തി. പിന്നെ പൊറോട്ടയും നമ്മളല്ലാണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, പൊറോട്ടയും ഒക്കെ വന്നു. അമ്മയ്ക്ക് വൈകുന്നേരം അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ പാല് കാച്ചായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് അമ്മയുടെ ചേച്ചി അനിയത്തിമാരെല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്ക് പോകണമെന്നും പറഞ്ഞ് നിൽക്കുക. കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലാത്തതിന് ഞാൻ കുറേയൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും, എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്തപ്പോഴോ പല്ല് വേദനയെന്നും പറഞ്ഞ് പോയിരുന്നു, എന്നിട്ട് ഇപ്പോഴും. അപ്പോൾ എൻ്റെ അടുത്ത് പറയാം, നിങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന്, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും അമ്മയുടെ മൂത്ത ചേച്ചിയൊക്കെ തോപ്പിലോട്ട് തിരിച്ചു പോകാനായിട്ട് നിൽക്കുക. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം അവരൊക്കെ ആയിട്ടിരിക്കാനാ അങ്ങനെയൊക്കെ പറഞ്ഞു. അത് നിങ്ങളടുത്ത് പറയാൻ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ആൾ ഇവിടുന്ന് മുങ്ങിക്കളഞ്ഞത്. അപ്പോൾ അതേ നമ്മുടെ കളർഫുൾ സാലഡ് റെഡിയായി കഴിഞ്ഞു. അതിലേക്ക് ഇനി നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എന്തോ ഇതാണ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് സാലഡ്. പുതിയൊരു വെറൈറ്റി ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിയായിരുന്നു, യോഗർട്ട് ചേർത്തിട്ടുള്ളത്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എനിക്കതിന് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ അതുകൊണ്ട് ആ സാലഡ് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ ഫംഗ്ഷൻ്റെ മെനു. പൊറോട്ട, ചിക്കൻ കറി,
ഇത് ഫ്രൈഡ് റൈസ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി തന്നെയാണ്. പനീർ, പിന്നെ ഞാനിപ്പോൾ ചെയ്ത സാലഡ്. ഒരു പാക്കറ്റ് ബ്രെഡ് പൊട്ടിക്കാതിരുന്നതും കൂടെ ഞാൻ ഈ ടേബിളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വരുമ്പോൾ തന്നെ വിശക്കുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പായിട്ടോ ജാമായിട്ടോ ഒക്കെ എടുത്ത് കഴിക്കാമല്ലോ. എന്നിട്ട് ഞാൻ പോയി ഒന്ന് ഫ്രഷായി ചേഞ്ചൊക്കെ ചെയ്തു. ഞാൻ മറ്റേ മുടി പുട്ടപ്പ് ചെയ്യുന്നത് കാണിക്കാൻ അത് എനിക്ക് തന്നെ അറിയത്തില്ല. ചുമ്മാ ഞാനിങ്ങനെ കയ്യിൽ വാരിയിട്ട് ഒന്ന് തിരിച്ച് ചുരുട്ടിയൊക്കെ ചെയ്യുന്നതാണ്. എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അത് കാണിച്ച് തരാം, ഇല്ലയെന്നല്ല. ഞാനങ്ങനെ ചീപ്പൊന്നും അധികം ഉപയോഗിക്കാറില്ല. എനിക്ക് ചീപ്പ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുടിയിൽ ഈ ഒരു സ്മൂത്തനിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. എങ്ങോട്ടെങ്കിലും പോകാൻ നേരം ഇതുപോലെ എനിക്ക് കൈ കൊണ്ട് ശാശൂശിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെയ്യാൻ പറ്റണം. ലില്ലിയംച്ചി അവിടെ കസറിയിട്ട് ഇരിപ്പുണ്ട്. അതിന് മുന്നിലായിട്ടാണ് നിലു അവിടെ നിന്ന് മണ്ണ് വാരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൺസെറ്റും കാര്യങ്ങളും ഒക്കെ ഇതേ അവിടെ വരെയായി. കുക്കുവും സേറമോളും ഇവിടെ ഡെല്ലിനെ കാത്തിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം കുളിച്ചൊരുങ്ങി എല്ലാവരും റെഡി മണിയായിട്ടിരിക്കുകയാണ്. ഇനി ആലനും കൂടി ഉള്ളൂ ഫ്രഷ് ആവാനായിട്ട്. നിലുവിനെയും ഞാൻ കുളിപ്പിച്ചൊക്കെ ഇരുത്തിയൊക്കെയാണ്. 6:30 ആയി കേട്ടോ. ഡാഡയും മമ്മിയൊക്കെ ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് മോളി ആൻറ്റിയും പൊടിച്ചി ആൻറ്റിയും, ഞാൻ നേരത്തെ പറഞ്ഞ ഡാഡയുടെ 2 സിസ്റ്റേഴ്സ്, ഡാഡയുടെ മറ്റൊരു ബ്രദറിൻ്റെ വീട് കുറച്ച് അപ്പുറത്തായിട്ടുണ്ട്, നമ്മുടെ നോയയുടെ പപ്പയുടെ പപ്പ. അവരെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഡെല്ല കുക്കൂനായിട്ട് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ അത്. മുൻപൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അവൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ല രീതിയിൽ ഫ്ലാസ് ഉണ്ടാക്കും. ഇത് അവൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. അതാണ് അവൾ കുക്കൂന് കൊണ്ടുവന്ന ഗിഫ്റ്റ്. ബെല്ല കുക്കൂൻ്റെ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് എല്ലാവരും ചിരിക്കുന്നത്. അവനൊരു ഫണ്ണി ഫേസ് വെക്കുന്നതും പിന്നെ അവൻ്റെ ഒരു ഡാൻസും ഒക്കെയാണ് ഡെല്ല സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ആര് കുക്കൂനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാലും അവനോടും പറയണം. കുക്കുവിൻ്റെ മാത്രം ബർത്ത്ഡേ അല്ല, എൻ്റെയും ബർത്ത്ഡേ ആണെന്നാണ് വരുന്ന എല്ലാവരോടും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആകാശത്തെ നക്ഷത്രങ്ങളെക്കാളും ഭംഗിയുണ്ടാവും രാത്രി കടലിൽ കിടക്കുന്ന ഈ വള്ളവും ബോട്ടും ഒക്കെ കാണാൻ. ഇതിൻ്റെ അകത്ത് ചെറിയ കട്ടമരങ്ങളും ഉണ്ടാവും, അതിൻ്റെ അകത്ത് എല്ലാം ചെറിയ വിളക്കുകളുണ്ടാവും. പിന്നെ ഈ ബോട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് മറ്റേ ഇലക്ട്രിസിറ്റിയിലൊക്കെ ഉള്ള ആ ഒരു ലൈറ്റ്സും ഒക്കെ ഉണ്ട്. കുറച്ചൊക്കെ കളർഫുള്ളുമാണ്. എൻ്റെ ഈ ക്യാമറയിൽ അത്ര ക്ലിയറായിട്ട് അത് കിട്ടാത്തതാണ്. നല്ല കളർഫുൾ ലൈറ്റ്സൊക്കെ ഉണ്ട്. ചേച്ചി കേക്കും കൊണ്ട് വരുന്നൊരു ചെറിയ ഗ്യാപ്പിൽ പിന്നെയും സൈക്കിളും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് 3 പേരും കൂടെ. ഡെല്ലയും സേറയും കുക്കും. 4 ഉണ്ട്. ചെറുത് ഒരു കാരിയറിൽ പുറകിൽ ദേ ഇരിപ്പുണ്ട്. കുക്കുവിനെയും പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടോ. കുക്കു സൈക്കിളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിൽ വേറെ ആരെയും കയറ്റത്തില്ല കേട്ടോ. കുക്കു ഒറ്റയ്ക്ക് ചവിട്ടുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പുറകിൽ ആളിരിക്കാൻ പാടില്ല. ചേച്ചി ഇതേ കേക്കുമായിട്ട് എത്തി. അപ്പോഴേക്ക് ആലൻ എവിടെയോ പുറത്തു പോയി. പക്ഷേ ഇനി ആൾക്കാർ എത്താനുണ്ട്. അനീച്ചാച്ചൻ വരണം, പവിഴനും ഫാമിലിയും വരാനുണ്ട്, പിന്നെ സിമ്പിൾ വരണം. സിമ്പിൾ എൻ്റെ മറ്റൊരു നാത്തൂൻ, ആലൻ്റെ കസിൻ, മമ്മിയുടെ ചേച്ചിയുടെ മോള്. ദിസ് സൈഡ് ഓഫ് ദ ഫാമിലിയിലെ ത്രിമൂർത്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദേൻ്റെ എത്തി. ഇതാണ് മമ്മിയുടെ ചേച്ചി. മോനു, സിമ്പിൾ 2 പേരാണ് ഉള്ളത്. മോനുവിന് അലൻ്റെ ഏജാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഓണത്തിൻ്റെ ഒരു ഡിസ്കഷനും ഒക്കെ എത്തിയിട്ടുണ്ട്. ഓണം എവിടെ ആക്കണം എന്നൊക്കെ ഉള്ളത്, പിന്നെ ആരെന്തൊക്കെ കറികൾ ചെയ്യുമെന്നും അങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസ്. ഇത്തവണത്തെ ഓണം ആയിരിക്കുന്ന ഷെർലാൻഡിയുടെ വീട്ടിലാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഐറ്റംസ് വെച്ച് ചെയ്തൊക്കെ കൊണ്ടു ചെല്ലാനായിട്ടുള്ള പ്ലാനൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി അനീച്ചാസിനും പൗഴിനും ഒക്കെ വരാനായിട്ടാണ് ഇരുന്നത്. മിനിയാൻ്റെ വിളിച്ചപ്പോഴത്തേക്ക് കടയിൽ ഓണത്തിൻ്റെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നല്ല കച്ചവടം നടക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് പിന്നെ മിനിയാൻ്റെ ഇനിയിപ്പോൾ നൈറ്റ് വരാം, നിങ്ങൾ കേക്ക് കട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വെറുതെ നടന്നു പോയവനെ വിളിച്ചതാണ്. അവൻ കയ്യിൽ കിട്ടിയൊരു ബലൂൺ എടുത്തു കൊടുത്തു. ബലൂണും അല്ല അത്, അതിൻ്റെ അകത്തൊരു 5-6 തുളയുണ്ട്. അവസാനം പാവം അവിടെ ഇരുന്നത് മൊത്തം വീർപ്പിച്ചു കൊടുത്തു. പക്ഷെ 2 തട്ടിന് അതിൻ്റെ കാറ്റ് പിന്നെയും പോകും കേട്ടോ. ഞാൻ ഇത്ര നേരമായി ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല. ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ട് തിരക്കി എടുത്ത് ബെഡിൻ്റെ സൈഡിലൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ എടുത്ത് ഹാങ് ചെയ്യുന്ന കാര്യം ഞാനങ്ങ് വിട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാനും ചേച്ചിയും കൂടെ അതൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. അപ്പോഴേക്ക് മോളി ആൻറ്റിയും പൊടിച്ചി ആൻറ്റിയും ഒക്കെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ആൻറ്റോങ്ങളിനെ കണ്ടിട്ട്. ഇതിനിടയിൽ അനീച്ചാച്ചനും ഫാമിലിയും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഫാമിലി എത്തിയിട്ടില്ല, കുറച്ചുകൂടെ ലേറ്റ് ആവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കങ്ങ് കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഒരു 7:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കുക്കു ജനിച്ചത് എക്സാക്ട് ടൈം പറയാനാണെങ്കിൽ 12:30 ആയിരുന്നു. ഉച്ചയ്ക്ക് ഒരു 12:30ക്കാണ് എന്നെ തിയേറ്ററിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ എപ്പോഴായിരുന്നു എന്നുള്ളത് എനിക്കൊരു ഓർമ്മയൊന്നുമില്ല. എന്തായാലും 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ റെഡിയാവാൻ പറഞ്ഞിട്ട് റെഡിയാവാൻ തുടങ്ങി. 3:30ക്കായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് തന്നെ സംഭവമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അവനെ കാണുന്നത് വൈകുന്നേരം ഒരു 7 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ആ ഫസ്റ്റ് ഒരു ഇത് വിട്ടിട്ട് പിന്നീട് എന്നെ കൊണ്ട് കാണിക്കുന്നത് ആ ഒരു ടൈമിലാണ്. ഞാൻ പിന്നെ കാണണമെന്നും പറഞ്ഞിട്ട് വാശിയൊക്കെ പിടിച്ചായിരുന്നു.
ചേച്ചിയുടെ 2 ഡെലിവറിയും ദീപ്തി പ്രേം തന്നെയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ ഡോക്ടറെ കണ്ടത്. ഉപാസനയിൽ വെച്ചിട്ടായിരുന്നു ഡെലിവറി. ഓണത്തിന് നീ എന്തുണ്ടാക്കും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ഉണ്ടാക്കുമെന്നെങ്ങാനും പറഞ്ഞതിനുള്ള ഇടിയാണ് എനിക്ക് ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആലൻ്റെ മുഖത്തെ ആ ചെറിയ മന്ദഹാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൃതാർത്ഥനായിട്ട് ആ സൈഡിൽ കൂടെ പോകുവാണ്. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ ആദ്യം ഫുഡ് എടുത്ത് കൊടുത്തു. ഞങ്ങളൊക്കെ ഇനി ഒരു നേരമാവും കഴിക്കാനായിട്ട്. ഞാൻ സിമ്പിളും ചേച്ചിയും കഴിക്കുന്നതിൻ്റെ പാത്രത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനെ കറങ്ങി ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അതെപ്പോഴും ഉള്ളതാണല്ലോ. മൈ സൈഡ് ഓഫ് ദ ഫാമിലി എന്ന് ഇവിടെ ഉള്ള ആൾക്കാർ ലില്ലിയമ്മച്ചിയുടെ ഒരു അനിയത്തിയാണ് ചെല്ലമ്മാൻറ്റി. ചെല്ലമ്മാൻറ്റിയുടെ മകനാണ് അനിയച്ചാച്ചൻ, മകളാണ് അനുചേച്ചി. അനുചേച്ചി എബ്രോഡാണ്. അനുചേച്ചിയുടെ ഹസ്ബൻഡാണ് റോബിൻ ചേട്ട. അവരുടെ മക്കളാണ് സാവിയോച്ചനും മരിയമോളും. പിന്നെ അനിയച്ചാച്ചനും വൈഫും മോളും ഉണ്ട്, മോനും ഉണ്ട്. പിന്നെ പവിഴം ലില്ലിയമ്മച്ചിയുടെ മറ്റൊരനിയത്തിയായ മേരിക്കുട്ടി ആൻറ്റിയുടെ മോനാണ്. അവർ 3 ആൺമക്കളാണ്. മറ്റ് 2 പേരും ബിസി ബീസാണ്. പവിഴനുമായിട്ടാണ് ഞാൻ കുറച്ച് ക്ലോസ്. അപ്പോൾ പവിഴ ചേച്ചനും ഫാമിലിയാണ് ഇവിടെ ഫ്രം മൈ സൈഡ് ഉള്ളത്. കൊച്ചുവപ്പേനെ വിളിച്ചപ്പോൾ കൊച്ചുവപ്പ തിയേറ്ററിലാണെന്ന് പറഞ്ഞു. മിനിയാൻറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓണക്കച്ചവടം നടക്കുകയാണ്. പിന്നെ ലില്ലിയമ്മച്ചീനെ രാത്രി ഇങ്ങോട്ട് ഇനി നടത്തിക്കണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അമ്മച്ചി വരണമെന്നൊന്നും നിർബന്ധമൊന്നും പിടിച്ചിട്ടില്ല. ബിറ്റ്വീൻ ദ 2 ഫാമിലീസ് ഐ ആം ദ ലിങ്ക് ഓഫ് ദി ലിങ്ക് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഡെല്ലയ്ക്ക് നാളെ ഓണം പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവൾക്ക് പട്ടുപാവാടയും ബ്ലൗസും ജിയയാണ് കൊണ്ടുവന്നത്. ജിയയുടെ പഴയ ഒരു പട്ടുപാവാടയും ബ്ലൗസും ആയിരുന്നു. അപ്പോൾ ഡെല്ലയുടെ ഒരു പൊക്കത്തിനും വണ്ണത്തിനും ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ, അത് കുറച്ചുകൂടെ ഒന്ന് ഓൾട്ടർ ചെയ്യണമായിരുന്നു, ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു ബ്ലൗസ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ശരിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരിറങ്ങി. നാളെ സ്കൂളുള്ളതുകൊണ്ട് ചേച്ചി അങ്ങ് നേരത്തെ ഇറങ്ങി. ഡെല്ലയ്ക്കും പോകണം, ഡാരലിനും പോകണം. ഉച്ചവരെ അവർക്ക് ക്ലാസ് ഉണ്ട്. ഓണം സെലിബ്രേഷനാണ് നാളെ. ഇത് നേരത്തെ പറഞ്ഞ പൊടിച്ചി ആൻറ്റി, എറണാകുളത്തുള്ള ആൻറ്റി. ഈ ആൻറ്റിയുടെ വീട്ടിൽ നിന്നിട്ടാണ് കേട്ടോ ജെൻ ചേച്ചിയും മാലനും ജാക്കിയും അനിയും എല്ലാവരും പഠിച്ചത് സെയിൻറ്റ് ആൽബർട്ട്സിൽ. ആൻറ്റി ഒരു ക്രോണിക് ബാച്ചിലറാണ്. സെൻറ്റ് തെരേസാസ് കോളേജിലാണ് വർക്ക് ചെയ്തുകൊണ്ട്. അങ്ങനെ ആലൻ്റെ സൈഡ് ഓഫ് ഫാമിലി എല്ലാവരും വീട്ടിലേക്ക് പോയി. ഇവിടെ പുതുമോടിയിലുള്ള ഒരു ജോഡിയുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വിശദമായിട്ട് പിന്നീട് പറയാം. 2 പേരും കൂടെ ഒരു ഹണിമൂണിന് പോയിരുന്നു. സാവിയോച്ചനും മരിയൊക്കെ കൂടെ കയറി പോയി കേട്ടോ. ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണത്. ചാച്ചാ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകണമെന്നും പറഞ്ഞിട്ട് അവർ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു ഹണിമൂൺ പോയതിൻ്റെ വീഡിയോ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടത് ഒരു സ്ലൈഡിൽ 2 പേരും കൂടെ കളിച്ചിട്ട് ഒരാൾ വന്ന് താഴെ വീഴുന്നതാണ്. അന്നേ ഞങ്ങൾ തുടങ്ങിയതാണ് ഇവർ ചിൽഡ്രൻസ് പാർക്കിൽ ഹണിമൂണിന് പോയി എന്ന് പറഞ്ഞിട്ട് വരാനായിട്ട്. അതിൻ്റെ ബാക്കിയാണ് ഈ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നതിലും പലർക്ക് 5:30-ക്കൊക്കെ പോകാനുള്ള ആൾക്കാർ തന്നെയാണ്, ഇൻക്ലൂഡിങ് ആലൻ. പക്ഷേ ഈ ഒരു ഗ്രൂപ്പിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല. വെളുക്കുന്നവരിരുന്നിട്ടാണെങ്കിലും കറക്റ്റായിട്ട് എല്ലാവരും ജോലിക്ക് രാവിലെ പോകും. മിനിയാൻ്റെയും എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന മെനുവിലെ ഐറ്റംസ് എല്ലാം എടുത്ത് ലോണിൽ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഥയും പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചു. അതിനിടയിൽ നാളെ ഇനി ലോക കാണാൻ പോകാനുള്ള തീരുമാനമായിട്ടുണ്ട് 2ാം തവണ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.